ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അസോട്ട് റൈഡർ വ്ളോഗ്സ്. സോ ഞാൻ പാതി വെച്ചാൽ കട്ട് ചെയ്ത്. സോ യെസ്, ആഫ്റ്റർ എ വെരി 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 ലോങ് ടൈം ഐ തിങ്ക് ഐ ആം ബാക്ക്. വീഡിയോ നമുക്ക് കറക്റ്റ് വയ്ക്കാം. യെസ്, ഈ വീഡിയോയിൽ എൻ്റെ ഈ മുഖവും ഈ രൂപവും വോയിസ് ഓവർ മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ മാത്രമേ കാണാൻ പറ്റൂ. ബാക്കി ഞാൻ ഇടയ്ക്ക് പൊന്മുടി പോയായിരുന്നു. അപ്പോൾ അവിടുത്തെ വിഷ്വൽ കാണിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ തുടരാം. യെസ്, സോ വേർ ആസ് ഐ സോ എവിടെയായിരുന്നു ഞാൻ എന്നുള്ള ക്വസ്റ്റ്യൻ എനിക്ക് സ്പെഷ്യലി ഒരു ആൻസർ തരാനില്ല. കാരണം ഞാൻ എങ്ങും പോയിട്ടില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഐ വാസ് ഹിയർ, ഐ വാസ് ദെയർ, ഐ വാസ് എവരിവെയർ. എൻ്റെ വ്യൂവേഴ്സിൽ എല്ലാവർക്കും അറിയാം ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന്. ബിക്കോസ് എൻ്റെ വ്യൂവേഴ്സ് മോസ്റ്റ്ലി എൻ്റെ ഫ്രണ്ട്സാണ്. സോ ഇതേനോ ഞാൻ എവിടെയായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയാം നിങ്ങൾക്ക്. ബട്ട് എന്തുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടില്ല, അതിനൊരു സ്പെസിഫിക് ആയിട്ടൊരു ആൻസർ എന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ, എനിക്കറിയത്തില്ല. ജസ്റ്റ് വീഡിയോ എടുക്കണം എന്നുള്ളൊരു ഫീല് ഉള്ളിൽ നിന്ന് വന്നില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. ഐ ഡോണ്ട് വോണ്ട് ടു ടേക്ക് ക്യാമറ ലൈക്ക് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അസോട്ട് വ്ളോഗ്സ്. പറ്റിയില്ല. അതായത് കുറച്ച് കാലം മുമ്പ് വരെ ഞാൻ വ്ളോഗ് എടുക്കാം എന്നൊരു തലേ ദിവസം വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അന്ന് തലേ ദിവസം എൻ്റെ മനസ്സിൽ ആ വ്ളോഗിനുള്ള ഫുൾ ഒരു സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ഒരു പ്ലാനോ റെഡിയാവും. ലൈക്ക് എവിടെ എങ്ങനെ തുടങ്ങണം, എവിടെ ഇൻട്രോ എടുക്കണം, എവിടെ ഔട്ട്രോ എടുക്കണം, എവിടെ നിർത്തണം, എവിടെ എഡിറ്റ് ചെയ്യണം. ലൈക്ക് ആ ഒരു ഫുൾ വ്ളോഗ് ഞാൻ മനസ്സിൽ തന്നെ ആദ്യമേ എഡിറ്റ് ചെയ്ത് വെച്ചേക്കും. ഇനി അതുപോലെ തന്നെ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ആ വ്ളോഗ് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ എഡിറ്റ് റെഡി ആയിരിക്കും. ഓക്കെ, ഇവിടെ കട്ട് ചെയ്യണം, അവിടെ കട്ട് ചെയ്യണം. സോ ജസ്റ്റ് ടേക്ക് ദാറ്റ് വിഷ്വൽസ്, ടേക്ക് ഓൺ ദാറ്റ് സ്പോട്ട് ആൻഡ് ജസ്റ്റ് കട്ട് തിങ്സ്. എനിക്ക് എഡിറ്റിംഗ് അത്ര എളുപ്പമല്ലായിരുന്നു. ലൈക്ക് എനിക്ക് വേണമെങ്കിൽ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ മാക്സിമം ഇരുന്ന് ഞാൻ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യും. അതായത് ഒരു ദിവസങ്ങൾ കൂടുതൽ എഡിറ്റിംഗ് പോകത്തില്ല. പക്ഷെ ഇടയ്ക്ക് വെച്ച് ഐ ലോസ്റ്റ് ഓൾ ഓഫ് ദീസ് തിങ്സ്. എനിക്ക് ഇടയ്ക്ക് വെച്ച് ഇതൊക്കെ എവിടെ വെച്ചോ നഷ്ടപ്പെട്ടു. ലൈക്ക് എൻ്റെ ബ്രെയിൻ ഫുൾ ബ്ലാക്ക്ഡ് ഔട്ട് ആയിരുന്നു കുറേ കാലത്തായിട്ട്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 1 വർഷം മുമ്പാണ് ഞാൻ വീഡിയോ ഇട്ടത്. പക്ഷേ ആ വീഡിയോയും ഏകദേശം 4-5 മാസം മുമ്പ് എടുത്ത വീഡിയോയുടെ വിഷ്വൽസാണ് ഞാൻ എഡിറ്റ് ചെയ്ത് തന്നിട്ടത്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുമെന്ന് അതിൽ ടു ബി കണ്ടിന്യൂഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വരത്തില്ല. സോറി ഫോർ ദാറ്റ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് എപ്പോഴും ഫ്രണ്ട്സ് ആദ്യം കളിയൊക്കെ വരുന്നത് അതിൻ്റെ ബാക്കി പാർട്ട് നീ ഇടും, അതൊരു കല്യാണ വ്ളോഗാണ്. എന്നോട് പറയായിരുന്നു അവൾക്ക് കൊച്ചായെങ്കിൽ നീ ആ വീഡിയോ ഇടാൻ ചോദിക്കായിരുന്നു. അപ്പോൾ ഞാനും പറയും ഓ കൊച്ചാവട്ടെ. അവൾക്ക് കൊച്ചായി, കൊച്ചിൻ്റെ നൂലിയിട്ട് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. യാ എന്നിട്ട് ഞാൻ വീഡിയോ ഇട്ടില്ല. ഇപ്പോഴും ഞാൻ പറയും നിനക്ക് അടുത്ത കൊച്ചാവട്ടെ എന്നിട്ട് വീഡിയോ ഇടാന്ന് പറയും. പക്ഷേ സാഡ്ലി ആ വീഡിയോന് വരത്തില്ല. ബിക്കോസ് ഐ ലോസ്റ്റ് ദാറ്റ് ഫുട്ടേജസ്. അതും പോയി. സോ അത് വരത്തില്ല. ആൻഡ് ഇടയ്ക്ക് കുറേ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തുണ്ടായിരുന്നു. അതായത് ഞാൻ ലാസ്റ്റ് ആ വീഡിയോ ഇടുന്നതിന് മുമ്പ് കുറച്ച് ഷൂട്ട് ചെയ്തു. ഞാൻ പൂനെയിലായിരുന്നപ്പോൾ കുറച്ച് ഷൂട്ട് ചെയ്ത വിഷ്വൽസ് എൻ്റെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എഡിറ്റ് ചെയ്യാനോ ഒന്നും ലൈക്ക് ആ വീഡിയോസൊക്കെ എടുത്ത് കാണുമ്പോൾ എനിക്ക് അത് എവിടെ എഡിറ്റ് ചെയ്യണം, എവിടെ കട്ട് ചെയ്യണം, എവിടെ ചെയ്യണം, ലൈക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു എനിക്ക് മനസ്സിൽ. ഐ വാസ് സ്റ്റക്ക് ഇൻ സംതിങ്. ഐ എം സ്റ്റിൽ സ്റ്റക്ക്. ബട്ട് ഇപ്പോൾ എനിക്ക് തോന്നി ഒന്ന് മുമ്പോട്ട് വരണം, ലൈക്ക് ഇടണം. ബിക്കോസ് it's a mess. My mind is a mess. My life is a mess. Was a mess. Life, mind is still a mess, but it's okay. It's being okay now. It's going good. Yeah, okay ആയിട്ടുണ്ട്. So why am I back? അതിനൊരു എനിക്ക് കറക്റ്റ് പറയാൻ പറ്റും. മടുത്ത് ഗൈസ്. ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ജീവിച്ച് മടുത്ത്. ലൈക്ക് ഒരു സത്യം പറയാം, എൻ്റെ വീഡിയോ ഒരു 5 പേരാണെങ്കിൽ കാണുന്നെങ്കിൽ പോലും ആ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെടുന്നൊരു പ്രോസസ്സായിരുന്നു ഈ വീഡിയോ എടുക്കുന്നത്. ഇതും പിന്നെ നമുക്കൊരു ഷോർട്ട് ഫിലിം ചാനലുണ്ട്, മേ ബി യു നോ, ദ ഡെബ്യൂട്ടൻസ് എന്ന് പറഞ്ഞിട്ട്. അതിലും വീഡിയോ ഇട്ടിട്ട് കുറച്ച് കാലമായി. ഇടയ്ക്ക് ഒരു 3 മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു. ആൻഡ് ഐ ലൈക്ക് ദ പ്രോസസ്സ്. എനിക്ക് ഔട്ട്പുട്ടിനെ കാട്ടി ആ പ്രോസസ്സ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അതായത് ഇപ്പോൾ വ്ളോഗ് എടുക്കുന്നതും ക്യാമറ എടുത്ത് എല്ലാവരും മുമ്പിൽ കൊണ്ടുപോകുന്നത്, ലൈക്ക് ഹായ് ഗൈസ് ബ്ലാ ബ്ലാ ബ്ലാ. ആ ഒരു പ്രോസസ്സ് ആവട്ടെ, ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ആ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങോ, ആ ഷൂട്ട് ചെയ്യുന്ന ആ സ്പോട്ടിലുള്ള സാധനങ്ങളോ, എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴുള്ള ഡിസ്കഷൻസോ, അതൊക്കെയാണ് ഞാൻ എൻജോയ് ചെയ്യുന്നത്. അതാണ് എനിക്ക് ദാറ്റ് ഈസ് ദ തിങ് ദാറ്റ് ഗീവ്സ് മീ സാറ്റിസ്ഫാക്ഷൻ. ലൈക്ക് ഐ എം ഡൂയിങ് സംതിങ്. ഐ ഡോണ്ട് കെയർ അബൌട്ട് ദ റിസൾട്ട്സ്. ആക്ച്വലി റിയലി എനിക്ക് ആ റിസൾട്ടിനെ പറ്റി ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. സോ അതായിരുന്നു ഞാൻ തിരിച്ചു വരാനുള്ള കാരണം. ലൈക്ക് ഐ നീഡ് ദാറ്റ് ഫീൽ, ദാറ്റ് സാറ്റിസ്ഫാക്ഷൻ വൺ മോർ ടൈം.
ആൻഡ് നൗ യെസ് ഞാനിപ്പോൾ നിങ്ങളുടെ പറയുന്നത് പോലും ഐ ഫീൽ സാറ്റിസ്ഫൈഡ്. ഐ വോണ്ട് ടു എഡിറ്റ് ദിസ് തിങ്. ആൻഡ് നിങ്ങൾ കാണുന്നത് നവംബർ 18-നായിരിക്കും. 18-നായിരിക്കും. ഇന്ന് നവംബർ 15-ാം തീയതിയാണ്. ഈ വീഡിയോ എടുത്തത് നവംബർ 10-ാണ്. ഈ വീഡിയോ അല്ല, നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പൊന്മുടി വീഡിയോ എടുത്തത്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് എടുക്കുന്നത് നവംബർ 15-നാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് നവംബർ 12-നായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് വോണ്ട് ടു അനൗൺസ് ദാറ്റ് ഐ എം ബാക്ക്. ഐ വിൽ ബി ബാക്ക്. ഐ വിൽ പോസ്റ്റ് സംതിങ്, നോട്ട് ഫ്രീക്വൻ്റ്ലി ഓർ നോട്ട് സംതിങ്, ബട്ട് കുറച്ചായിട്ട് എന്തെങ്കിലുമൊക്കെ വരും ഈ വീഡിയോയിൽ, ഈ വ്ളോഗിൽ. ഇനി അടുത്ത് ഞാൻ എപ്പോൾ വരുമെന്ന് എനിക്ക് ഉറപ്പില്ല, ബൈ ബിക്കോസ് ബിസിയാണ് ലൈഫിൽ, കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. ബട്ട് മേ ബി വിത്തിൻ 5 months ഓർ എ ഇയർ വിൽ ബി ഓൾ സെറ്റ്. ഐ ബിലീവ് ദാറ്റ്. അടുത്തൊരു ഒക്ടോബറിന് മുമ്പോ ശേഷം, ഒക്ടോബർ മാക്സ് ഒക്ടോബർ, അതിനുള്ളിൽ വിൽ ഓൾ സോർട്ട് ഔട്ട് തിങ്സ്, സെറ്റ് ആവും. സോ ദിസ് ഇസ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ ഈ വ്ളോഗ്. ആൻഡ് ഈ വ്ളോഗ് നവംബർ 18 ഇട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വ്ളോഗ് തിരിച്ച് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് കുറച്ച് കാലം കൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ വൺ ഓഫ് മൈ ഫ്രണ്ട് എന്നോട് ചോദിച്ചു, ലൈക്ക് എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, എന്ത് ഗിഫ്റ്റ് തരും? ഞാൻ പറയും, എന്ത് ഗിഫ്റ്റ് വേണം, എൻ്റെ ഒരു പൈസ ഒന്നും ഇല്ല, എന്തെങ്കിലും ലൈക്ക് ബഡ്ജറ്റിലാണെങ്കിൽ വാങ്ങിച്ചു തരാം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഗിഫ്റ്റ് ഒന്നും വേണ്ട, ഒരു കാര്യം ചെയ്യും, വ്ളോഗ് ഇട്ടിട്ട് കുറേ കാലമായില്ലേ, എൻ്റെ ബർത്ത്ഡേ ഇരുന്ന് ഒരു വ്ളോഗ് ഇടാം. ലൈക്ക് ഓക്കെ, എനിക്ക് വ്ളോഗ് ഇടണം. ആൻഡ് ഓക്കെ, ഒരു വടിക്ക് 2 പക്ഷി. എൻ്റെ വ്ളോഗിലോട്ടുള്ള തിരിച്ച് വരും ഓക്കെ ആയി, ബർത്ത്ഡേ ഗിഫ്റ്റുമായി. സോ ഈ വീഡിയോ കാണുന്ന ആൾക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. സോ താങ്ക് യു ഫോർ ബ്രിങ്ങിങ് ബാക്ക് മീ ദിസ് ടൈം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആൻഡ് അത്രേ ഉള്ളൂ. മേ ബി അടുത്ത ആഴ്ച ഞാൻ അടുത്ത വ്ളോഗ് ഇടാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. അടുത്ത മാസം പറ്റുമെങ്കിൽ വ്ളോഗ് ഇടാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. ആൻഡ് ഐ ആം പ്ലാനിങ് സം തിങ്സ് ടു ഡു വിത്ത് ദിസ്. ലൈക്ക് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സീരീസും വ്ളോഗ് സീരീസൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇഫ് ഐ ക്യാൻ ഡു ഇറ്റ് ദെൻ യെസ്, അത് വരും. ഐ ക്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്ളോഗ് സീരീസ് എനിക്ക് ആരും സഹായം വേണ്ട. അത് ഞാൻ തന്നെ തീരുമാനിക്കണം. എൻ്റെ മൈൻഡിൽ ഞാൻ തന്നെ സെറ്റ് ചെയ്ത് ഞാൻ തന്നെ തീരുമാനിച്ച് ഞാൻ തന്നെ ചെയ്യേണ്ട ഒരു സീരീസാണ്. സോ ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ഹാപ്പൻ soon or later, but it will happen. Bye. This is the room on, by the way. So it's me, Aswat Vainara, and you were watching Aswat Vainara Vlogs. Bye. Mayday. What is our future plans? Fuck it. അത്രേ ഉള്ളൂ. വരുന്നതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ബൈ. നരസിംഹം കിട്ടി.